നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എവിടം വരെ എത്തി? എല്ലാവരുടെയും ഓണമൊക്കെ കഴിഞ്ഞോ? ഓണത്തിൻ്റെ പരിപാടികളും ഓണത്തിൻ്റെ ഓട്ടവും എല്ലാം കഴിഞ്ഞോ? ഓണം ആഘോഷിച്ചില്ലേ നന്നായിട്ട്? ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് എത്ര പേരാ വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന്? ഒരുപാട് പേർക്ക് ഗുരുവായൂരപ്പന് ഓണസദ്യ കൊടുത്തിരുന്നു കേട്ടോ. 5:30 മണിയായിട്ടും ആ ഒരു പ്രസാദൂട്ടിന് അപ്പോഴും വരിയിൽ ആളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 6 മണിയോട് കൂടി 5:45 ആ ഒരു സമയത്തോട് കൂടിയിട്ടാണ് അവസാനിച്ചത്. അപ്പോൾ ഒരുപാട് പേർക്ക് അവസാന പന്തി വരെയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തികഞ്ഞിരുന്നു. ചിലതൊക്കെ കറിയൊക്കെ കുറയില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഗംഭീര സദ്യയായിരുന്നു എന്നൊക്കെ കേട്ടറിവാണ്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെയും ഓണം വളരെ ഗംഭീരമായിട്ട് നടന്നു. ഓണമൊക്കെ കഴിഞ്ഞ് ഓണത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും ആ ഒരു സന്തോഷത്തിലാണ്, ആ ഒരു എന്താ പറയുക, വെക്കേഷൻ ആഘോഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കുന്നു വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ഓണങ്ങൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കൃഷ്ണാരമിത്രങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരുത്തരെയും അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശ്രീ ഗുരുവായൂരപ്പൻ, ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കാളിയമർദ്ദന രൂപനായിട്ടാണുള്ളത് കേട്ടോ. കാളിയം പാമ്പിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന കുഞ്ഞു കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാലൊക്കെ പിടിച്ചുകൊണ്ട് ഉടക്കവിലൊക്കെ പിടിച്ച് നിൽക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ്. കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നുമില്ല, കാരണം എല്ലാവരും ഓണത്തിരക്കിലാണ്. അപ്പോൾ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞ് വരുന്നത് വരെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഉള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറഞ്ഞൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കണേ. ആദ്യമായിട്ട് ജിജി ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിത, എൻ്റെ വീട് ജപ്തിയായി. അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി വീട് വിറ്റ് ലോൺ അടച്ച് ഒരു വാടക വീട്ടിലേക്ക് മാറാൻ നോക്കുകയാണ്. പക്ഷെ പല തടസ്സം വരുന്നു. ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ട്, ഒപ്പം 82ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുന്നുണ്ട്, നാരായണനാമം ചൊല്ലുന്നുണ്ട്. ഇനി എന്ത് ചെയ്താലാണ് തടസ്സം മാറാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 87ാമത്തെ ദശകം എന്തായാലും ചൊല്ലിക്കോളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജിജി ചേച്ചിയുടെ വീട് തൃപ്രയാറാണ്, വലിയ ദൂരമൊന്നുമില്ല. ഗുരുവായൂർക്ക് മുടങ്ങാതെ വന്നോളൂ പറ്റുന്ന സമയത്തൊക്കെ. മാസത്തിലൊരിക്കൽ നിന്നും വിചാരിക്കേണ്ട കേട്ടോ. എപ്പോഴൊക്കെയാണോ സാധിക്കുന്നത് അപ്പോഴൊക്കെ ഓടി വരൂ ഗുരുവായൂരപ്പനെ കാണാൻ. വീടെടുത്ത് വെച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ വീടെടുത്ത് വെച്ച് പ്രാർത്ഥിക്കൂ. ഒപ്പം തന്നെ ഗോവർദ്ധനഗിരി ആ ഗുരുവായൂരപ്പനെ ഉണ്ടല്ലോ, ഗോവർദ്ധനഗിരി ആയിട്ടുള്ള ധാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ പ്രാർത്ഥിച്ചോളൂ. 87ാമത്തെ ദശകവും വായിച്ചോളൂ, ഗോവർദ്ധനം കഥയും വായിച്ചോളൂ. എന്താ ഗോവർദ്ധനം പെട്ടെന്ന് വായിൽ വന്നതാട്ടോ. ഞാൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തതൊന്നുമല്ല. രക്ഷകനായിട്ടുള്ള ഗോവിന്ദമൂർത്തിയെ എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാനെ സാധിക്കുള്ളൂ. ആ രക്ഷക ഭാവത്തിലുള്ള ഗോവിന്ദമൂർത്തിയെ, അദ്ദേഹത്തിൻ്റെ പാദത്തിനെ മുറുകെ പിടിച്ചോളൂ. ജിജി ചേച്ചി ഒട്ടും പരിഭ്രമിക്കണ്ട കേട്ടോ. ഗുരുവായൂരപ്പൻ കൈവിട്ടു എന്ന് നമുക്കിങ്ങനെ തോന്നും. അവസാന നിമിഷമാണ്, എന്താ പറയുക, ഒരു മാജിക് പോലെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെയും ഈ കുഴി കഴിക്കാൻ പറ്റുമായിരുന്നോ എന്ന് തോന്നുന്ന തരത്തിൽ നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കുക. ഗുരുവായൂരപ്പന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണത്. എങ്ങനെയാണ് ഇപ്പം ഇതിന്നൊക്കെ പുറത്ത് കിടക്കുക എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് ഒരു നിമിഷം കൊണ്ട് എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പണ്ട് മാജിക്കിലൊക്കെ കാണിക്കുമായിരുന്നില്ലേ, കൈയിൻ്റെ ഇടയിൽ ഇങ്ങനെ നൂലിട്ട് കുറേ കുരുക്ക് വന്നിട്ട് ഒരു വലിക്കുമ്പോൾ ആ കുരുക്ക് മൊത്തത്തിൽ ഇങ്ങനെ അഴിഞ്ഞു പോരുന്നത് എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് തന്നെ അറിയാത്ത പോലെ. അതേമാതിരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമുക്ക് തോന്നാം ചിലപ്പോൾ വീട് വിറ്റ് ലോണ് തീർത്ത് കടം തീർത്ത് വാടക വീട്ടിലേക്ക് മാറിയാൽ സമാധാനം ലഭിക്കും. ഭഗവാൻ ഇതൊന്നും അല്ലാത്ത വേറെ എന്തെങ്കിലും വഴിയാവും നമുക്ക് കൊണ്ടുവരാം. അദ്ദേഹത്തിൻ്റെ കാര്യം ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പനിൽ സമർപ്പിക്കുക, അത് മാത്രമേ വേണ്ടൂ. ഗുരുവായൂരപ്പൻ എല്ലാം നേരെയാക്കി തരട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തതായിട്ട് പ്രസീത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സവിതയുടെ നാട് എവിടെയാണ്, ഇല്ലം എവിടെയാണ്? പ്രസീതയുടെ ഇല്ലം പട്ടാമ്പിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സവിതയുടെ ഇല്ലത്തിന് തൃക്കാരപ്പനെ വയ്ക്കുന്ന രീതി ഉണ്ടോ? വെറുതെ ചോദിച്ചതാണ്. പിന്നെ ഓരോ ദിവസവും ഭഗവാന്റെ ബാലലീലകൾ പറയാമോ? എനിക്ക് തോന്നുന്നത് പ്രസീതാജി പുതിയ ആളാണ് തോന്നുന്നു അല്ലേ.
എന്നെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞാൻ യൂട്യൂബിൽ എപ്പോഴും പറയാറുണ്ട്. പേരും നാടും ഒക്കെ എല്ലാവർക്കും അറിയാം. സവിത എന്നാ പേര്. എൻ്റെ നാട്, എൻ്റെ ഇല്ലം ഗുരുവായൂർ തന്നെയാണ്. ഗുരുവായൂർ ജനിച്ച് വളർന്നതൊക്കെ കേട്ടോ. എന്നെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴ പ്ലാക്കുടി ഇല്ലത്തൊക്കെയാണ്. രാജ് കമൽ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. പക്ഷേ ഞങ്ങൾ പ്രസൻ്റ്ലി ഇവിടെ സെറ്റിൽഡാണ്, ഗുരുവായൂർ സെറ്റിൽഡാണ്. അപ്പോൾ ജനിച്ച് വളർന്ന് ഇപ്പോൾ സെറ്റിൽഡ് ആയതും ഗുരുവായൂർ തന്നെയാണ്. എന്നാൽ ഞങ്ങൾ അമ്പലപ്പുഴയ്ക്ക് എല്ലാ മാസവും പോകാറുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, ഇല്ലുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും പോകാറുണ്ട്, ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതാ നാട് ചോദിച്ചാൽ എനിക്കും പറയാൻ ഏതാ നാട് പറയണ്ടേ. അമ്പലപ്പുഴക്കാരിയാണ് ഞാൻ, ഗുരുവായൂർക്കാരിയാണ് ഞാൻ. അപ്പോൾ രണ്ടും എൻ്റെ നാട് തന്നെയാണ്. ജനിച്ചതും വളർന്നതും ഒക്കെ ഗുരുവായൂർ തന്നെയാണ്. അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ്റെ ആളാണ്, ഗുരുവായൂരപ്പൻ്റെ ആളാണ് എന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. അല്ല, ഗുരുവായൂരപ്പനും അങ്ങനെ തന്നെയാണ് കേട്ടോ കണക്കാക്കിയേക്കണേ. ഗുരുവായൂരപ്പനുണ്ട് എല്ലാ നിമിഷത്തിലും അങ്ങനെ ഒരു അനുഗ്രഹം ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷം. 3 പെൺകുട്ടികളാണ്. മൂത്ത ആളുടെ പേര് മിത്രവിന്ദ, രണ്ടാമത്തെ ആളുടെ പേര് ആര്യനന്ദ, മൂന്നാമത്തെ ആളുടെ പേര് കൃഷ്ണമീര. കഴിഞ്ഞ ഓണം എപ്പിസോഡിൽ എൻ്റെ കൂടെ കൃഷ്ണദേവ് ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ മകനാണ് കൃഷ്ണദേവ്. അപ്പോൾ അവരുടെ 4 പേരുടെ പേരെടുത്തിട്ടാണ് കൃഷ്ണ ആര്യമിത്രം എന്ന ഈ ഒരു ചാനലിന് പേര് നൽകിയിരിക്കുന്നത് കേട്ടോ. കൃഷ്ണദേവും കൃഷ്ണമീരയും ആര്യനന്ദയും മിത്രവിന്ദയും, അങ്ങനെയാണ് കൃഷ്ണ ആര്യമിത്രം എന്ന ഈ ഒരു ചാനലിൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് സൂര്യകൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എനിക്ക് ഒരുപാട് കടമുണ്ട്, തീരാനായി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? പിന്നെ എൻ്റെ കുടുംബത്തിന് ഒരു സഹകരണവും ഇല്ല എന്ന്. നാരായണീയത്തിലെ 65 മുതൽ 69 ദശകം വരെ വായിക്കൂ. അങ്ങനെ ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ 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 ഉത്തമമാണ്. കാരണം ഏത് തരത്തിലുള്ള പ്രശ്നത്തിൽ നിന്നും നമുക്ക് പുറത്ത് കടക്കാൻ നാരായണീയത്തിനെ ആശ്രയിക്കാം. പ്രത്യേകിച്ച് 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ. കുടുംബത്തിന് സഹകരണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ആ ദശകങ്ങൾ പറഞ്ഞത്. പിന്നെ ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് തീർച്ചയായിട്ടും കുചേലവൃത്തം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. 87 ദശകമാണ്. അത് ചൊല്ലി നമസ്കരിച്ചോളൂ. ഗുരുവായൂർ അമ്പലത്തിൽ അവില് ഷീട്ടാക്കിക്കോളൂ. അവൽ ഷീട്ടാക്കിയാൽ 25 രൂപയുള്ളൂ കേട്ടോ അവൽ ഷീട്ടാക്കാനായിട്ട്. അവൽ ഗുരുവായൂരപ്പനെ നിവേദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷീട്ടാക്കുക തന്നെ വേണം കേട്ടോ. നമ്മൾ കിഴിയിൽ കാണുന്ന അവൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് നേദിക്കാൻ എടുക്കുന്നതല്ല. മാത്രമല്ല, ഈ കിഴി കെട്ടി വെച്ചിരിക്കുന്ന അവൽ എത്ര കാലം മുമ്പ് കിഴി കെട്ടിയതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ കിഴിയിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ മഴയുടെ ഒരു ചെറിയ ചാറ്റൽ മഴ അടിച്ചാൽ തന്നെ അതിൽ ഈർപ്പം കെട്ടി നിന്ന് അത് പഴകാനുള്ള സാധ്യതയുണ്ട്, പൂപ്പൽ പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പന് കൊടുക്കുമ്പോൾ ദ ബെസ്റ്റേ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ഈ പൂപ്പൽ പിടിച്ച അവലൊന്നും കൊടുക്കരുത്. അപ്പോൾ കിഴി കെട്ടിയ അവൽ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. അത് കടക്കാരെന്നെ തല്ലാൻ വരരുത്. അത് തന്നെ പാക്കറ്റായിട്ടുള്ള അവൽ വാങ്ങാൻ കിട്ടും. പാക്കറ്റായിട്ടുള്ള അവൽ നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ. പക്ഷെ കിഴി കെട്ടിയ അവൽ അങ്ങനെ സമർപ്പിക്കരുത് എന്നൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട് കേട്ടോ. അവൽ ഷീട്ടാക്കുകയും ചെയ്തോളൂ. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ സുധാമാവിനെ അനുഗ്രഹിച്ച ആ ഒരു കഥയൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ പാക്കറ്റ് അവൽ കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ ഗുരുവായൂരപ്പന്. അടുത്തതായിട്ട് ഉഷ ദാമോദരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് ഗുരുവായൂരിൽ തുലാഭാരം നടത്തണമെന്നുണ്ട്, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വിവാഹത്തിന് മുൻപ് ഏതാണ് നല്ല വിവാഹം ജീവിതം കിട്ടാൻ എന്തുകൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടതെന്നാണ് ചോദ്യം. അങ്ങനെയൊന്നുമില്ല, എന്തുകൊണ്ട് വേണമെങ്കിലും തുലാഭാരം നടത്താം. നോക്കൂ, നമ്മുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഗുരുവായൂരപ്പന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ഓർമ്മ വരുന്നത് അതും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് കരുതി അതുകൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ. ഇന്നതിന് ഇന്നതെന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ എള്ളുകൊണ്ട് തുലാഭാരം തൂക്കുന്നത് ഏതെങ്കിലും രോഗാവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസ് പെട്ടെന്ന് റിക്കവറായിട്ട് എള്ളോളം ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ കദളിപ്പഴം കൊണ്ട് പല കാര്യത്തിനും തൂക്കാറുണ്ട്. പാല് കൊണ്ട്, തൈര് കൊണ്ട്, വെണ്ണ കൊണ്ട്, ഇന്ന കാര്യം കൊണ്ടെന്നൊന്നുമില്ല, ഏതുകൊണ്ട് വേണമെങ്കിലും തുലാഭാരം തൂക്കാൻ പറ്റുന്നതാണ്. അവിടെ ലഭ്യമായ ദ്രവ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനു മുൻപ്. അത്
അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇതാവാം. സാധാരണ വിവാഹത്തിന് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ സ്വയംവരം കൃഷ്ണനെ ആട്ടംകളി ചീട്ടാക്കിക്കോളൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ ഏത് തുലാഭാരം തൂക്കണം എന്നാണ് ചോദിക്കുന്നത്. അതപ്പോൾ ഭക്തൻ്റെ ഇഷ്ടം എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അടുത്തത് വിജയലക്ഷ്മി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത ഗുരുവായൂർ ദർശനം ചൊവ്വയും വ്യാഴവും ഓൺലൈൻ ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രമേ ദർശനമുള്ളൂ, അതോ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവർക്ക് ദർശനം കിട്ടുമോ എന്നാണ്. ബുക്കിംഗ് ഇല്ലാതെ വരുന്നവർക്കും ദർശനം കിട്ടും, ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്കും ദർശനം കിട്ടും. ഇത് കുറേ പേരുടെ സംശയമാണ് കേട്ടോ. ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ അന്ന് തൊഴാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ആര് വന്നാലും അന്നത്തെ ദിവസം ജനറൽ ക്യൂ സംവിധാനത്തിന് യാതൊരു മാറ്റവുമില്ല. ഒപ്പം ഈ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ ആ ബുക്ക് ചെയ്തതിൻ്റെ റെസിപ്റ്റും ഒപ്പം നിങ്ങളുടെ ആധാർ കാർഡും കൊണ്ടുവന്നാൽ അവരെയും കൂടി ഈ ജനറൽ ക്യൂവിൻ്റെ പ്രത്യേക ഭാഗമുണ്ട്. അതായത് നേരെ ജനറൽ ക്യൂവിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ എത്രാമത്തെ റോലാണ് നമ്മൾ എത്തിപ്പെടുക, ആ റോല് വേണ്ടേ നിൽക്കാൻ. ഇത് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമുള്ള പ്രത്യേകം ക്യൂ സംവിധാനം ഉണ്ട്, അതിലേക്ക് അവരെ മാറ്റി നിർത്തുക ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റും ഈ ബുക്ക് ചെയ്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കുറേ ദിവസത്തെ ബുക്കിംഗ് ആയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. ഇനിയിപ്പോൾ കിട്ടിയില്ല വിചാരിച്ചാലും അതൊന്നും കാര്യമാക്കണ്ട, അത് സാധാരണ വരുന്നവർക്കും തൊഴാൻ പറ്റും. ഗുരുവായൂർ ക്ഷേത്രത്തിലേ പെട്ടെന്ന് കയറി തൊഴാനേ ഒരേ ഒരു ടിപ്പേ ഉള്ളൂ, ഗുരുവായൂരപ്പനെ പിടിക്കുക. റെക്കമെൻഡേഷനിലാണ് ഭഗവാൻ നന്നായിട്ട് മുറുക്കെ പിടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തൻ പറഞ്ഞാൽ ഭഗവാൻ അതനുസരിക്കും എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ. ഭഗവാന്റെ ഭക്തൻ എന്ത് പറഞ്ഞാലും ആ വാക്ക് നല്ല വാക്കുകളായിരിക്കണം. വാക്ക് സത്യമാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ നല്ലോണം ശ്രമിക്കാറുണ്ട് അത്രേ. അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്ന ആൾക്ക് നേരെയാവണേന്ന് പറഞ്ഞ ഒരു ഭക്തൻ വന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ഓക്കെ തഥാസ്തു പറയൂത്രേ. അപ്പോൾ ഭഗവാൻ അത്രയും റെക്കമെൻഡേഷൻ ഇഷ്ടമാണത്രേ. പക്ഷേ ഇവിടെ നമുക്കൊരു ഗുണമുള്ളത് എന്താണെന്നറിയോ, ഗുരുവായൂർ വന്ന് എന്ത് സാധ്യമാവണമെങ്കിലും നമുക്ക് നേരിട്ട് അപേക്ഷ കൊടുക്കാം. എവിടെ ഇരുന്ന് അപേക്ഷ കൊടുക്കണ്ടേ? നമ്മളുടെ ഈ വീട്ടിലിരുന്നിട്ട് സാധാരണ നമ്മൾ ടി വി ഒക്കെ കാണുന്ന സോഫയുടെ അടുത്ത് വന്നിരുന്ന് പതുക്കെ ഗുരുവായൂരപ്പനോട് സംസാരിച്ച് തുടങ്ങിയാൽ മതി. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, പൂജാമുറി എന്നെ വേണമെന്നില്ല, കുളിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഒന്നുമില്ല. ഉണ്ണീ കൃഷ്ണ, എനിക്ക് ഗുരുവായൂർ വന്നാൽ ഇന്ന 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 കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണം കേട്ടോ, എനിക്കിതൊക്കെ മോഹമുള്ള കാര്യമാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഇത് തന്നെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ഒന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. നമസ്കാരപ്രിയനായ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, അപ്പോൾ പറയും ശരി എല്ലാം നമുക്ക് നേരെയാക്കാമെന്ന്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത് കാണാം, തൊഴുന്നത് കാണാം, പുറത്തിറങ്ങുന്നത് കാണാം. നമുക്ക് തന്നെ തോന്നും ഇത് എങ്ങനെയാണ് എത്ര പെട്ടെന്ന് സാധിച്ചതെന്ന്. അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം അനുഗ്രഹം, ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭക്തയുടെ അനുഭവം പറഞ്ഞില്ലേ, അവർ പുറത്തുനിന്ന് തൊഴുത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവർക്ക് നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ കയറി തൊഴണമെന്ന്. ഭഗവാനോട് പ്രാർത്ഥിച്ചു പോന്നു. നെയ്വിളക്ക് ചീട്ടാക്കിയ ഒരു ഭക്തൻ ഇവരെയും കൂടി കയറ്റിയെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒറ്റയ്ക്ക് വരുന്ന ഒരാൾ 4500 രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കാൻ സാധ്യതയില്ല. എന്നിട്ടും അദ്ദേഹം നെയ്വിളക്ക് 4500 രൂപയ്ക്ക് ഷീട്ടാക്കി. ഇവർ 3 പേരാണ് ഉണ്ടായിരുന്നത്, ആ ഭക്തനടക്കം 4 പേരാണ് ഉണ്ടായിരുന്നത്. തൊഴുതതിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടില്ല പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെ ഭഗവാൻ അവിടെ നിയോഗിച്ച് വെച്ചിരിക്കുകയാണ് ഈ ആൾക്കാരെയും കൂടി തൊഴിക്കാനായിട്ട്. അപ്പോൾ ഇവർ എത്രയോ കാലമായിട്ട് ഭഗവാനെ അവനവൻ്റെ വീട്ടിലിരുന്ന് പറയുന്നുണ്ട്, ഭഗവാനെ എനിക്ക് തൊഴാൻ പറ്റണേ, എനിക്ക് തൊഴാൻ പറ്റണേന്ന്. ആ പ്രാർത്ഥന അവിടെ കേൾക്കുന്നുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തിരക്കുണ്ടോ, തിരക്ക് ഉള്ള സമയത്ത് വന്നാൽ തൊഴാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഗുരുവായൂരപ്പനെ പറഞ്ഞേൽപ്പിച്ച് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തൊഴാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കുഞ്ഞു കഥകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗവിനാശന, സർവപാപവിനാശന, സർവദുഃഖവിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. തോൽപ്രസാദായ ഭൂയാൽ ഗുരുവായൂരപ്പ സർവത്ര. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.